ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഹലോ ചേച്ചി. മുത്തശ്ശിയില്ലേടി? ആ ഉണ്ട് ചേച്ചി, ഞാൻ കൊടുക്കാം. ഹലോ, എന്താ മോളെ? മുത്തശ്ശി, ഇനി മുതല് മുത്തശ്ശി പണിക്ക് പോണ്ട. അത് പിന്നെ കാശിന്റെ കാര്യത്തിനല്ലേ പോകുന്നേ? ഈ മാസം മുതൽ കാശ് വരും, എന്റെ ശമ്പളം. ശമ്പളോ? പിന്നെ ഞാനിവിടെ പണിയെടുക്കുന്ന വെറുതെ ആണോ? ഞാൻ യതീന്ദ്രൻ സാറിനോട് ശമ്പളം ചോദിച്ചു. കൃത്യമായിട്ട് എനിക്കത് കിട്ടണമെന്നും പറഞ്ഞു. എന്തൊക്കെയാ നീ കാണിക്കുന്നേ? ആ വീട്ടുകാരോട് ശമ്പളം ചോദിക്കേണ്ട പെണ്ണാണോ നീ? നീ അവിടത്തെ മരുമകളല്ലേ? മുത്തശ്ശി ഒന്നും വേണ്ടാതിരുന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും പണിയെടുത്ത് എന്റെ കുടുംബം നോക്കണമെന്നേ ഉള്ളൂ. അതിപ്പോ ഒരു ധാരണ ആയിട്ടുണ്ട്. ആ, പണിക്ക് പോയി കളയാന്ന് മുത്തശ്ശി ചിന്തിക്കരുത്. അത് ഇതോടെ നിർത്തിക്കൊള്ളണം. ആ മില്ലുകാരനെ വിളിച്ചു പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് പിച്ചുനെ വിളിച്ച് ചോദിക്കും. ഇനി പണിക്കെന്ന് പറഞ്ഞ് അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും കേട്ടോ. എല്ലാം കൂടി അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് വരും. അതൊന്നും വേണ്ട, ഞാൻ പോകുന്നില്ല. പോരെ. പിച്ചുന ഫോണൊന്ന് കൊടുത്തേ. കൊടുക്കാം. ഹലോ ചേച്ചി. എടി, മുത്തശ്ശിയോടിന് ജോലിക്ക് പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കാത്തുന്റെ അക്കൗണ്ടിൽ വന്നോളൂ. എന്നിട്ടും മുത്തശ്ശിക്ക് പോകാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അതെന്നോട് കൃത്യമായിട്ട് വിളിച്ചു പറയണം. കേട്ടല്ലോ? ഞാൻ പറയാം ചേച്ചി. എന്തായാലും ചേച്ചി അങ്ങനെ തീരുമാനിച്ചത് നന്നായി. മുത്തശ്ശിക്ക് തീരെ വയ്യ. കാത്തൂനോട് പറയണം മുത്തശ്ശി അധികം നേരം അടുക്കളയിൽ നിർത്തണ്ടാന്ന്. രണ്ടുപേരും കൂടി മുത്തശ്ശിക്ക് സമയത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണം. പറഞ്ഞത് കേട്ടല്ലോ? ശരി ചേച്ചി. എന്ന് നീ ഫോൺ വെച്ചോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാട്ടോ. മുത്തശ്ശി പണിക്ക് പോകുന്നുണ്ടോന്നറിയാൻ ചേച്ചി എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നെങ്ങാനും ഇറങ്ങിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഓ, അതെനിക്കറിയാം. ചേച്ചിയുടെ ധൈര്യം കിട്ടിയാ നീ എന്നെ ഭരിക്കുമെന്ന്. പെൺകുട്ടിയെക്കുറിച്ച് സുലോചന നന്നായിട്ടൊന്ന് അന്വേഷിക്കും. പെട്ടെന്ന് ഇപ്പൊ അവരോട് തീരുമാനമൊന്നും പറയണ്ട. 1-2 മാസമൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ നമുക്ക് ഒന്നിച്ചു പോയി അവരോട് സംസാരിക്കാം. എനിക്കിപ്പോ വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല. കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന ഒരാളായിരിക്കണം, എന്നെ അനുസരിക്കുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്കൊന്ന് അയക്കണേ, കണ്ടിട്ട് ഞാൻ വിളിക്കാം. ശരി. ആരോടാ നാം ഫോട്ടോ അയക്കാൻ പറഞ്ഞത്? അത് സുലോചനയാ, പഴയ മേയർ രത്നാകരന്റെ ഭാര്യയെ. ഫോട്ടോ എന്തിനാ? ഒരു വിവാഹാലോചനയാ. ആർക്ക്? എന്റെ മകന് സൂര്യക്ക്. ഭ്രാന്തുണ്ടോ തനിക്ക്? സൂര്യക്കിനി എന്തിനാ ഒരു പെണ്ണ്? അവന്റെ വിവാഹം കഴിഞ്ഞതല്ലേ? അവന്റെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നില്ലേ? ഈ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. എപ്പോ വേണമെങ്കിലും ജോലി അവസാനിപ്പിച്ച് പോവാന്നുള്ളൊരു ജോലിക്കാരി. അവള് പോയാലും എന്റെ മകനൊരു ജീവിതം വേണമല്ലോ. പത്മ, എന്താ തന്റെ പ്രശ്നം? കരുതിക്കൂട്ടി ഓരോ ഇഷ്യൂസ് താൻ ക്രിയേറ്റ് ചെയ്യണോ? നോക്ക്, ഞാനൊരു കാര്യം പറയാം. അടുത്തടുത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യവും ഉണ്ട് സൂര്യക്ക്. ഇങ്ങനെ ഒരു കാര്യം താൻ ആലോചിക്കുകയോ അതിനുവേണ്ടി മുന്നോട്ട് പോവുകയോ ചെയ്താൽ പിന്നെ എനിക്ക് പോലും അവനെ തടഞ്ഞു നിർത്താനാവില്ല. നിങ്ങൾ തടഞ്ഞു നിർത്തണ്ട. എന്തു വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ എന്താ കരുതിയത്? നമ്മുടെ ചുമരിന്മേൽ ഒരു അഴുക്ക് പറ്റിയ അത് എല്ലാ കാലം അവിടെ ഉണ്ടാവുമോ? ഒരു നനഞ്ഞ തുണിയെടുത്ത് വൃത്തിയായിട്ട് അങ്ങോട്ട് തുടച്ചാൽ അതങ്ങോട്ട് പൊയ്ക്കോളൂ. അതുപോലെ തന്നെയാ സൂര്യയുടെ ജീവിതത്തിൽ അവളും. ഒന്നുകിൽ
കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഞാനൊരു വേസ്റ്റിനാണ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. എന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പെണ്ണിനെ അവൻ വിവാഹം കഴിക്കും. അതാ സൂര്യയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ആത്മവിശ്വാസത്തിന് ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് വാവിട്ട് കരയേണ്ടി വരരുത്. താൽക്കാലികമായ തിരിച്ചടികളൊക്കെ ആർക്കും ഉണ്ടാവും. പക്ഷേ സ്ഥിരമായിട്ട് പത്മയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിന് നിങ്ങൾക്കും ആവില്ല, എന്റെ മകനും ആവില്ല. എപ്പോഴെങ്കിലും നല്ലൊരു ചിന്ത ഈശ്വരൻ തന്റെ തലയ്ക്കകത്ത് തരട്ടെ. അല്ലാതെ ഞാനെന്ത് പറയാനാ? സൂര്യ, ഇങ്ങ് വാ. അച്ഛനാരോ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ. നിന്നെ തന്നെ. നീ ഏതവസ്ഥയിലാ വന്ന് കേറുന്നതെന്നൊന്ന് കാണാൻ. അച്ഛനെന്തോ ഒരു ഗൗരവം. ഗൗരവമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ ആ രീതിയിലല്ലേ പെരുമാറാൻ പറ്റൂ. എന്താ നിന്റെ ഉദ്ദേശം? ജീവിതത്തിൽ ഒരിക്കലും സ്വയം തിരുത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? അച്ഛാ, പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. നീ കാണിച്ച അതിക്രമത്തിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടി ഇവിടെ കിടന്ന് കണ്ണീര് കുടിക്കുന്നുണ്ട്.